KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ക്ഷേമനിധിക്ക് സ്ഥിരവരുമാനം ലക്ഷ്യമിട്ട് സ്വരൂപിക്കുന്ന 5 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടത്തിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഈ മാസം 13-ന് കോഴിക്കോട്. കൊളത്തൂർ മർക്കസു തസ്കിയത്തുൽ ഇർഷാദിയ 20ാം വാർഷിക മഹാസമ്മേളനത്തിന് വർണ്ണാഭമായ തുടക്കം. കർണാടകയിലെ ഭരണമാറ്റം പ്രതീക്ഷയോടെ അബ്ദുൽ നാസർ മഅദനിയുടെ കുടുംബം. ജമ്മു ജയിലിൽ തടവുകാരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പാക് പൗരൻ സനാഉല്ലാഹക്ക് അന്തരിച്ചു. 120 MLA-മാരുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് S. സിദ്ധാരാമയ്യ. കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. ഹിമാചൽ പ്രദേശിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞ് 42 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ജമ്മു ജയിലിൽ സഹതടവുകാരന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പാക് പൗരൻ സനാഉല്ലാഹക്ക് മരിച്ചു. ചണ്ഡീഗഡിലെ PGI ആശുപത്രിയിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അന്ത്യം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പാകിസ്ഥാന് കൈമാറും. സംഭവത്തെക്കുറിച്ച് രാജ്യാന്തര അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ തള്ളി. ഇന്ത്യൻ പൗരനായ സരബ്ജിത് സിംഗ് പാകിസ്ഥാൻ ജയിലിൽ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്നാണ് ജമ്മു കാശ്മീരിലെ കോട്ട് ബൽവാൻ ജയിലിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന സനാഉല്ലാഹക്കിനു നേരെ ആക്രമണമുണ്ടായത്. പിക്കാസ് കൊണ്ടുള്ള ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സനാഉല്ലയെ ഈ മാസം 3-ന് ചണ്ഡീഗഡിലെ PGI MER ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. സനാഉല്ലക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ഇന്ത്യ തയ്യാറായില്ലെന്ന് ആരോപിച്ച പാകിസ്ഥാൻ സംഭവത്തെക്കുറിച്ച് രാജ്യാന്തര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. സനാഉല്ലക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കിയെന്നാണ് ഇന്ത്യയുടെ വാദം. രാജ്യാന്തര അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സനാഉല്ലയുടെ മൃതദേഹം പാകിസ്ഥാനിലെത്തിക്കാൻ എല്ലാ സഹകരണവും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. അതിസുരക്ഷാ സംവിധാനമുള്ള ജമ്മുവിലെ കോട്ട് ബൽവാൻ ജയിലിൽ മെയ് 3-നാണ് സിയാൽകോട്ടുകാരനായ സനാഉല്ല ആക്രമിക്കപ്പെട്ടത്. 1999-ൽ അറസ്റ്റിലായി ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. സനാഉല്ലയെ കാണാൻ സനാഉല്ലയുടെ 2 ബന്ധുക്കളെയും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെയും ഇന്ത്യ അനുവദിച്ചിരുന്നു. ജീവൻ രക്ഷിക്കാൻ പ്രയാസമാണെന്നും വിമാനമാർഗം പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ചണ്ഡീഗഡിലെ PGIMR ആശുപത്രിയിലെ ഡോക്ടർമാരും വ്യക്തമാക്കിയിരുന്നു. പരാമർശങ്ങളിലൂടെ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും കമ്മിറ്റിയിൽ പറഞ്ഞത് പുറത്തു പറയാനാവില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുൻ മന്ത്രി ഗണേഷ് കുമാർ വിവാദത്തിൽ KR ഗൗരിയമ്മയെ അവഹേളിക്കുന്ന തരത്തിൽ PC ജോർജ് നടത്തിയ പരാമർശങ്ങളാണ് എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കുന്നത്. PC ജോർജിന്റെ പരാമർശങ്ങൾക്കെതിരെ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനാണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. സ്പീക്കറുടെ അനുമതിയോടെ PC ജോർജിനെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി നേരിട്ട് വിളിച്ചുവരുത്തി വിശദീകരണം തേടുകയായിരുന്നു. K. മുരളീധരനാണ് എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ. ജോർജിനെ അന്വേഷിച്ച് നിയമസഭയിൽ ഒരു സ്ത്രീയും കുഞ്ഞും വന്നിരുന്നെന്നും അവർക്ക് 2000 രൂപ നൽകി മടക്കി അയച്ചത് താനാണെന്നും ഗൗരിയമ്മ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് ഗൗരിയമ്മയെ അവഹേളിക്കുന്ന തരത്തിൽ ജോർജ് പരാമർശം നടത്തിയത്. പരാമർശത്തിൽ ജോർജ് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 120 MLA-മാരുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് S. സിദ്ധാരാമയ്യ. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
കർണാടകയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. AICC നിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തുമെന്നാണ് കരുതുന്നത്. നാളെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന ശേഷമാകും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. കർണാടക മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം പലർക്കുമുണ്ടാകും, എന്നാൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കും. കൊരാട്ടകരയിൽ കർണാടക PCC പ്രസിഡന്റ് പരമേശ്വരയുടെ പരാജയം അന്വേഷിച്ച് പാർട്ടി പ്രവർത്തകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെയുള്ള നടപടി പോളിറ്റ് ബ്യൂറോയുടെ അജണ്ടയിലില്ലെന്ന് PB അംഗം സീതാറാം യെച്ചൂരി. എന്നാൽ ആരെങ്കിലും വിഷയം ഉന്നയിച്ചാൽ ചർച്ച ചെയ്തേക്കുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയും പൊതുതെരഞ്ഞെടുപ്പടക്കമുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് അജണ്ടയിലുള്ളതെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. കർണാടകയിൽ BJPയെ പിന്തള്ളി കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ മഅദനിയുടെ ജയിൽ മോചന സാധ്യതകൾക്ക് ചിറകുമുളക്കുന്നു. ബാംഗ്ലൂരു സ്ഫോടനക്കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കപ്പെട്ട PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ ജയിൽവാസത്തിന് ആഗസ്റ്റിൽ 3 വർഷം തികയാനിരിക്കെയാണ് പ്രതീക്ഷയുടെ പുതിയ സൂര്യോദയമുണ്ടായിരിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനിയുടെ ഭാര്യ സൂഫിയ മഅദനിയും മക്കളായ ഉമർ മുഖ്താറും സലാഹുദ്ദീൻ അയ്യൂബിയും കർണാടകയിലെ ഭരണമാറ്റത്തെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അബ്ദുൽ നാസർ മഅദനിയുടെ മോചനകാര്യത്തിൽ നീതിയുക്തമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് വന്നാൽ മഅദനിയുടെ മോചനകാര്യത്തിൽ സത്വര നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന UPS സർക്കാരിന്റെ പിന്തുണയിൽ കേരള കർണാടക സർക്കാരുകൾ കൈകോർത്താൽ ജയിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ് 13 PDP വർക്കിംഗ് ചെയർമാൻ പൂന്തൂറ സിറാജിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം അബ്ദുൽ നാസർ മഅദനിയെ ജയിലിൽ സന്ദർശിക്കുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വവുമായി സംഘം ആശയവിനിമയം നടത്തും. കർണാടകയിലെ സവർണ ഫാസിസ്റ്റ് ശക്തികൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും ഇതിൽ തങ്ങൾ അത്യധികം ആഹ്ലാദിക്കുന്നുവെന്നും PDP സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പൂന്തൂറ സിറാജ് പ്രതികരിച്ചു. അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയത്തിൽ കർണാടകയിലെ BJP സർക്കാരുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും ആശയവിനിമയം നടത്തിയിരുന്നു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കർണാടകയിലെത്തി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറുമായി ചർച്ച നടത്തിയിരുന്നു. ബാംഗ്ലൂരു സ്ഫോടനക്കേസിൽ 31-ാം പ്രതിയായി മഅദനിയെ കർണാടക പോലീസ് അൻവാർശേരിയിൽ നിന്നും 2010 ഓഗസ്റ്റ് 17 അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു. സുപ്രീം കോടതി അബ്ദുൽ നാസർ മഅദനിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയായിരുന്നു അറസ്റ്റ്. കടുത്ത രോഗബാധിതനായി കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ പോലും കർണാടകയിലെ BJP ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഒടുവിൽ കേരളത്തിൽ നിന്നുയർന്ന ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പേരിനെങ്കിലും ചികിത്സ നൽകാൻ അധികാരികൾ തയ്യാറായത്. കോഴിക്കോട് വലിയങ്ങാടി ഗണ്യ സ്ട്രീറ്റിൽ ഇന്നലെ രാത്രി ചാക്കുകടയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ നാശനഷ്ടം. 4 കടകൾ പൂർണ്ണമായും 10ഓളം കടകൾ ഭാഗികമായും കത്തിനശിച്ചു. ഇന്നലെ രാത്രി 9:40ഓടെയാണ് തീ പടർന്നത്. 1 മണിക്കൂർ 15 മിനിറ്റിന് ശേഷമാണ് നിയന്ത്രണ വിധേയമായത്. 10ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടാണ് തീയണച്ചത്. ഇടുങ്ങിയ റോഡ് വഴി ഫയർഫോഴ്സ് സ്ഥലത്തെത്താൻ വൈകിയതാണ് നാശനഷ്ടം കൂടാൻ കാരണമായത്. റോഡിൽ ട്രോളികൾ കൂട്ടിക്കെട്ടിയ നിലയിലുണ്ടായിരുന്നതാണ് ഫയർഫോഴ്സിന് സംഭവസ്ഥലത്തെത്താൻ തടസ്സമായത്. ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള ഹലുവ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നീട് കോയമ്മോന്റെ ഉടമസ്ഥതയിലുള്ള ചാക്കുകടയിലേക്കും ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള ചാക്കുകടയിലേക്കും തീ പടർന്നു. തൊട്ടടുത്തുള്ള RV മിൽസിന്റെ കാലിയായി കിടക്കുന്ന ഗോഡൌണിലേക്കും തീയെത്തി. കെട്ടിടത്തിന് പിറകിലെ വീടുകളിലുള്ളവരെ ഉടൻ ഒഴിപ്പിച്ചതിനാൽ അത്യാഹിതം ഒഴിവായി. സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KR പേമചന്ദ്രൻ, ടൗൺ CI അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ തീയണക്കാൻ ഫയർഫോഴ്സിനെ ഏറെ സഹായിച്ചു. ഹിമാചൽ പ്രദേശിൽ സ്വകാര്യ ബസ് നദിയിലേക്ക് മറിഞ്ഞ് 42 പേർ മരിച്ചു. 15 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ട്. കുല്ലു ജില്ലയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ജിരി ഗ്രാമത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. കുല്ലു മന്തി ദേശീയപാതയിൽ നിന്നും ബസ് ബീസ് നദിയിലേക്ക് മറിയുകയായിരുന്നു. 60ഓളം ആളുകൾ ബസ്സിലുണ്ടായിരുന്നതായാണ് വിവരം. ബസ്സിൽ ആളുകളെ കുത്തിനിറച്ചാണ് കൊണ്ടുപോയതെന്നും ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ബസ് നിയന്ത്രണം വിട്ടതാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു.
+1 കോഴ്സ് പ്രവേശനത്തിന് സ്കൂളിൽ അപേക്ഷ നൽകാൻ പോയ വിദ്യാർത്ഥിനിയെ കാണാതായി. തളങ്കര KK പുറത്തെ അബ്ദുറഹ്മാന്റെ മകൾ ഷഹനാസ് ബാനുവിനെയാണ് കാണാതായത്. 17 വയസ്സാണ്. കഴിഞ്ഞ 6-ന് രാവിലെ നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ ഷഹനാസ് ബാനു വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനാൽ പിതാവ് ടൗൺ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സുന്നി ജമിയത്തുൽ ഉലമാ ക്ഷേമനിധിക്ക് സ്ഥിരം വരുമാനം ലക്ഷ്യമിട്ട് സ്വരൂപിക്കുന്ന 5 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമ്മേളനം ഇന്ന് കാലിക്കറ്റ് ടവറിൽ നടന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ SDM സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SYS പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പദ്ധതി പ്രഖ്യാപനം നടത്തി. ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി മുഅല്ലിം മുന്നേറ്റം അവതരിപ്പിച്ചു. കുഞ്ഞുകുളം സുലൈമാൻ സഖാഫി പദ്ധതി വിശദീകരിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖാലിലുൽ ബുഖാരി തങ്ങൾ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, തെന്നല അബു ഹനീഫൽ ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, BPM ഫൈസി വില്യാപ്പള്ളി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, യാക്കൂബ് ഫൈസി വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. പ്രമുഖ ഉമറാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. എല്ലാ റേഞ്ചുകളിൽ നിന്നും പ്രസിഡന്റ്, സെക്രട്ടറി, പരീക്ഷാ ബോർഡ് കൺട്രോളർ, പ്രസിദ്ധീകരണ വിഭാഗം കൺവീനർമാർ, SDM സംസ്ഥാന കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഈ മാസം 13-ന് നടക്കും. വിപ്ലവവഴിയിൽ, പാതയോരം, പുതിയ വർഷം എന്നീ ഘട്ടങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാന പ്രവർത്തക സമിതി, സുപ്രീം കൌൺസിൽ അംഗങ്ങൾ പ്രതിനിധികളായിരിക്കും. 10 മണി മുതൽ കോഴിക്കോട് സമസ്ത സെന്ററിൽ ആരംഭിക്കുന്ന ക്യാമ്പിന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമാ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ മൗലവി പട്ടുവം, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, C മുഹമ്മദ് ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP സേദലവി മാസ്റ്റർ, മജീദ് കക്കാട്, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. വർദ്ധിച്ചുവരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയും ദുരാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ SMA നേതൃത്വ പഠന ക്യാമ്പ് തീരുമാനിച്ചു. വിവാഹധൂർത്തുക്കളും തട്ടിപ്പുകളും ഇല്ലായ്മ ചെയ്യുന്നതിന് കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. മഹല്ല് കേന്ദ്രീകരിച്ച് പെൻഷൻ സ്കീം, രോഗികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമായി ആശ്വാസനിധി എന്നിവ ആരംഭിക്കുന്നതിനും മുഴുവൻ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾക്കും പരിശീലനം നൽകാനും ക്യാമ്പിൽ തീരുമാനമായി. മഹല്ല് ഉണരുന്നു എന്ന ശീർഷകത്തിൽ SMA നടപ്പിലാക്കി വരുന്ന മഹല്ല് ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് മുക്കം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിമാവ് എപെക്സ് പബ്ലിക് സ്കൂളിൽ നേതൃത്വ പഠന ക്യാമ്പ് നടത്തിയത്. 26 മഹല്ല് കമ്മിറ്റി, മദ്രസ ഭാരവാഹികൾ, മഹല്ല് ഖത്തീബ്, മദ്രസ പ്രധാനാധ്യാപകർ എന്നിവർ ക്യാമ്പിൽ പങ്കാളികളായി. SMA മേഖലാ പ്രസിഡന്റ് KT അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. SMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു.
അബ്ദുറഹ്മാൻ മുസ്ലിയാർ മാവൂർ, ഇ യാക്കൂബ് ഫൈസി, കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, നാസർ മാസ്റ്റർ ചെറുവാടി, ഇബ്രാഹിം സഖാഫി താത്തൂർ, കെ എസ് എ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹല്ല് ഭാരവാഹികളുടെ നേതൃഗുണവും കടമകളും എന്ന വിഷയത്തിൽ ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ പ്രഭാഷണം നടത്തി. മഹല്ല് പ്രവർത്തന മേഖലകൾ എന്ന വിഷയം അഡ്വക്കേറ്റ് എ കെ ഇസ്മായിൽ വഫ അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ച, അവതരണം, ക്രോഡീകരണം എന്നിവയും നടന്നു. കെ എം അബ്ദുൽ ഹമീദ് സ്വാഗതവും കുണ്ടുങ്ങൽ മുഹമ്മദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷനും മാണി ദാറുൽ ഇർഷാദ് അറബിക് കോളേജും സംയുക്തമായി യാത്രയപ്പ് സംഘടിപ്പിച്ചു. ഇടക്കാല അവധിക്കായി നാട്ടിലേക്ക് യാത്ര തിരിച്ച KCF ജിദ്ദ പ്രസിഡന്റും സുന്നി ക്ലാസ് റൂമുകളുടെ പ്രവർത്തകനുമായ ഹാഫിള് GM ഹനീഫിക്കാണ് യാത്രയപ്പ് നൽകിയത്. ജിദ്ദയിൽ സംഘടിപ്പിച്ച യാത്രയപ്പിൽ സയ്യിദ് മുഹമ്മദ് അൽ ബുഖാരി ഉച്ചില KCFന്റെ ഉപഹാരം സമർപ്പിച്ചു. GM കാമിൽ സഖാഫി മുഖ്യാതിഥിയായിരുന്നു. അനീഫ് സഖാഫി സാനത്തൂർ, അബൂ ഫാരിസ്, ഫൈസൽ മുഹമ്മദ്, ഇബ്രാഹിം ബണ്ടാട്, ഇബ്രാഹിം ഫുർഖാനി, മറ്റു ഇതര സംഘടനാ പ്രവർത്തകരും പരിപാടിയിൽ സംബന്ധിച്ചു. 40ാം വാർഷിക സമ്മേളനാനന്തരം താഴെത്തട്ടിൽ മുതൽ പ്രവർത്തനങ്ങൾ പൂർവോപരി കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി SSF പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റി ഡിവിഷൻ പരിധിയിലെ മുഴുവൻ സെക്ടർ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ആവിഷ്കരിച്ച മുബാഹസ ഇന്ന് വൈകിട്ട് കരിപ്പുള്ളി സുന്നി സെന്ററിൽ നടക്കും. ആബിദ് സഖാഫി അധ്യക്ഷത വഹിക്കും. SMO ദേശീയ നിർവാഹക സമിതി യോഗം ഹാഫിൽ ഉസ്മാൻ വിളയൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ആമുഖം, ഘടന, നാം ഉണരുന്നു സെഷനുകൾക്ക് യഥാക്രമം യക്കൂബ് പൈലിപ്പുറം, യൂസഫ് സഖാഫി, ജാബിർ സഖാഫി മാപ്പാട്ടുകര തുടങ്ങിയവർ നേതൃത്വം നൽകും. അഷ്റഫ് ആമയൂർ, EMA കബീർ സഖാഫി, അലി സൈദി വല്ലപ്പുഴ, സിദ്ദിഖ് മാസ്റ്റർ കോടലൂർ തുടങ്ങിയവർ പങ്കെടുക്കും. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 12-ന് ഈങ്ങാപ്പുഴയിൽ നടക്കും. 12 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി പ്രമുഖ യുനാനി ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന 2500 പേർക്ക് മരുന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നവർക്ക് തെറാപ്പികളും സൗജന്യമായി നൽകും. ക്യാമ്പിന്റെ നടത്തിപ്പിനായി ആറ്റക്കോയത്തങ്ങൾ ചെയർമാനും ബദ്രുദ്ദീൻ ഹാജി കൺവീനറും PK ഹസൻ ട്രഷററായും സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ഷെയ്ഖുന കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ തുഹ്ഫ ദർസിന്റെ 40ാം വാർഷിക പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ട ശിഷ്യസംഗമം ആവേശമായി. പൊട്ടച്ചിറ അൻവരിയിൽ നിന്നും കല്ലേക്കാട് ജാമിയ ഹസനിയിൽ നിന്നും പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്നപ്പോൾ കേരളീയ വൈജ്ഞാനിക മണ്ഡലത്തിൽ അവിസ്മരണീയ വിജ്ഞാനീയ ഇടമുറപ്പിച്ച അഭിവന്യ ഗുരുവിന്റെ ഇന്നലകളുടെ ധന്യനിമിഷങ്ങളുടെ സ്മരണകൾക്ക് സംഗമം സാക്ഷിയായി. കാലത്തിന്റെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട നൂറുകണക്കിന് പ്രതിഭാശാലികൾക്ക് ജന്മം നൽകിയ സമുന്നതനായ പണ്ഡിതനാണ് KP മുഹമ്മദ് മുസ്ലിയാർ എന്ന സംഗമം ഉദ്ഘാടനം ചെയ്യവേ ജാമിയ ഹസനിയ ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞു. യോഗത്തിൽ KK അബൂബക്കർ മുസ്ലിയാർ താഴേക്കോട് അധ്യക്ഷത വഹിച്ചു. MMK ഫൈസി കല്ലൂർ, ഷാഫി ഫൈസി മഞ്ചേരി, അബ്ദുൽ അസീസ് ഫൈസി കൂടല്ലൂർ, സ്വാദിഖ് അൻവരി തുടങ്ങിയവർ പ്രസംഗിച്ചു. NK സിറാജുദ്ദീൻ ഫൈസി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. SYS ആലത്തൂർ സോൺ ജനറൽ സെക്രട്ടറി റഫീഖ് ചുണ്ടക്കാടിന്റെ പിതാവ് കുഞ്ഞഹമ്മദ് സാഹിബിന്റെ നിര്യാണത്തിൽ സുന്നി നേതാക്കൾ അനുശോചിച്ചു. പരേതന്റെ വസതി SYS സംസ്ഥാന നേതാക്കളായ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ, NK സിറാജുദ്ദീൻ ഫൈസി തുടങ്ങിയ നേതാക്കൾ സന്ദർശിച്ചു. +2 പരീക്ഷാഫലം ഹസനിയക്ക് 100 മേനി. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക വൈജ്ഞാനിക കേന്ദ്രമായ ജാമിയ ഹസനിയയിൽ ഈ വർഷം +2 പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. വൈകിട്ട് നടന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഇനിയും ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കണമെന്നും ആ സ്ഥാനങ്ങൾ സാമൂഹിക പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി അഭിപ്രായപ്പെട്ടു. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 12-ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ നടക്കും. ക്യാമ്പിന് ഡോക്ടർ UK ഷെരീഫ് നേതൃത്വം നൽകും. പെരിമ്പലം സുന്നി മദ്രസയുടെ ഉദ്ഘാടനം ഈ മാസം 11-ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. പരിപാടിയിൽ E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. തൊഴിയൂർ കുഞ്ഞിമുഹമ്മദ് സഖാഫി പ്രഭാഷണം നടത്തും. ബായാർത്ഥങ്ങൾ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും. SMA റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സുന്നി ആദർശ സമ്മേളനം പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. K മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു. തൊഴിയൂർ കുഞ്ഞിമുഹമ്മദ് സഖാഫി വിഷയാവതരണം നടത്തി. തുടർന്ന് നടന്ന റിഫാഇ റാത്തിബിന് കോയ കാപ്പാട് നേതൃത്വം നൽകി. അബ്ദുള്ള ബാക്കവി ഈയാട്, C മൊയ്തീൻ ഹാജി, EM ഹനീഫ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മലപ്പുറം മേൽമുറി സ്വലാത്ത് നഗറിൽ നടക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസ് നാളെ വൈകിട്ട് 6 മണിക്ക് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നടക്കും. സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. തസ്ബീഹ് നിസ്കാരം, ഹദ്ദാദ്, തൗബ, ദിക്ർ, ദുആ സമ്മേളനങ്ങൾ നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അറിവിനെ ആയുധമാക്കി പ്രബുദ്ധതയോടെ കർമ്മനിലങ്ങളിൽ പ്രവർത്തകരെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ വായനയിലൂടെ അറിവും കാഴ്ചപ്പാടും ജ്വലിപ്പിച്ചെടുക്കുന്നതിന് SSF നടത്തുന്ന വായനാ വാരാചരണത്തിന് തുടക്കമായി. വയനാട് ജില്ലയിലെ മുഴുവൻ ITM അംഗങ്ങളും ജില്ലാ ഡിവിഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ മാസം 16-നകം റിസാല വരിക്കാരായി ചേരും. സമരമാണ് ജീവിതമെന്ന പ്രമേയത്തെ നെഞ്ചേറ്റിയ പ്രവർത്തകർ റിസാല സ്ക്വയറിൽ നടന്ന പ്രഖ്യാപനം ഇതോടെ യാഥാർത്ഥ്യമാക്കും. റിസാല വായിച്ചും ജീവിതത്തിൽ പകർത്തിയും 2ാം സമരമുഖം തുറക്കാനൊരുങ്ങുകയാണ് പ്രവർത്തകർ. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ മുഴുവൻ ഡിവിഷനുകളിലും പ്രവർത്തക സമിതി അംഗങ്ങളും ITM അംഗങ്ങളും പങ്കെടുക്കുന്ന കൺവെൻഷനുകൾ ചേരും. ഈ മാസം 16-ന് വരിച്ചേർക്കൽ പൂർത്തിയാകുന്നതോടെ പൊതുവായനക്കാരിലേക്ക് റിസാല സന്ദേശ പ്രചാരണം ശക്തിപ്പെടുത്തും. ആലോചനാ യോഗത്തിൽ ഷമീർ ബാഖവി, ഷാഹിദ് സഖാഫി, റസാഖ് കാക്കവയൽ, അബ്ദുസ്സലാം സഖാഫി എന്നിവർ പങ്കെടുത്തു. 4 വർഷമായി പൂനൂർ തേക്കുംതോട്ടത്തിൽ മത സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അൽ ഫുർഖാൻ ഇസ്ലാമിക് ദഅവാ സെന്ററിന്റെ കെട്ടിടോദ്ഘാടനവും സുന്നി സമ്മേളനവും ഇന്ന് തേക്കുംതോട്ടത്തിൽ നടക്കും. 100 സുന്നി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് അബ്ദുസബൂർ ഹസൻ അവേലം, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, TK അബ്ദുറഹ്മാൻ ബാഖവി മടവൂർ, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, MK അബ്ദുൽ നാസർ ബാഖവി മലേഷ്യ, കീലത്ത് മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിക്കും. അൽ ഫുർഖാൻ സെന്ററിന്റെ കീഴിൽ ഖുർആൻ സ്റ്റഡി സെന്റർ, ഹെൽത്ത് എഡ്യൂക്കേഷൻ കോളേജ്, ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ വൈവിധ്യമാർന്ന പദ്ധതികളാണ് അൽ ഫുർഖാന്റെ കീഴിൽ തേക്കുംതോട്ടത്തിൽ ആരംഭിക്കുന്നത്. കൊടുവള്ളിക്കടുത്ത് വാവാട് സെന്റർ ബസാർ ഏലിയോട്ടുപോയിൽ പുതുക്കി പണിത മസ്ജിദ് റഹ്മാന്റെ ഉദ്ഘാടനം, റഹ്മാനിയ ഹിഫ്ള് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സനദ് ദാനവും ഇന്ന് ഏലിയോട്ടുപോയിൽ റഹ്മാനിയ സെന്ററിൽ നടക്കും. പള്ളി ഉദ്ഘാടനം മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. പൊതുസമ്മേളനം VM ഉമർ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. PTA റഹീം MLA, C മോയിൻകുട്ടി MLA, നാസർ കോയത്തങ്ങൾ, PC അഹമ്മദ് ഹാജി, മുല്ലക്കോയത്തങ്ങൾ കാരക്കാട്, മുസമ്മിൽ തങ്ങൾ വാവാട് തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. ആക്കോട് വിരിപ്പാടം മദീന മഖ്ദൂം സുന്നി സെന്റർ വാർഷിക സമ്മേളനം 17 മുതൽ 20 വരെ നടക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സയ്യിദ് സ്വാഹി തുറാബ് തങ്ങൾ, ഷാഫി സഖാഫി മുണ്ടമ്പ്ര, സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയത്തങ്ങൾ, നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ, അബ്ദുൽ കരീം സഖാഫി മാങ്കടവ് തുടങ്ങി പ്രമുഖർ സംസാരിക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 10, 11, 12 തീയതികളിലായി നടത്തുന്ന സമാഗമം 2013 നാളെ വൈകിട്ട് 3 മണിക്ക് നാദാപുരത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ ത്വാഹ തങ്ങൾ സഖാഫി ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, ജനറൽ സെക്രട്ടറി CH റഹ്മത്തുള്ള സഖാഫി എളമരം, ജില്ലാ വൈസ് പ്രസിഡന്റ് K ആലിക്കുട്ടി ഫൈസി മടവൂർ, ജില്ലാ സെക്രട്ടറി നാസിർ ചെറുവാടി എന്നിവർ ആരാണ് സാരഥി, യൂണിറ്റ് ശാക്തീകരണം വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. നാളെ കുറ്റ്യാടി സോൺ സമാഗമം 2013 സിറാജുൽ ഹുദയിൽ നടക്കും. പേരാമ്പ്ര സോൺ സമാഗമം 2013 പേരാമ്പ്ര CM സെന്ററിൽ നടക്കും. 11-ന് നടുവണ്ണൂർ ബാലുശ്ശേരി നരുക്കിനി സോൺ സമാഗമം രാവിലെ 9:30-നും താമരശ്ശേരി കൊടുവള്ളി മുക്കം സോൺ സമാഗമം വൈകിട്ട് 3 മണിക്കും നടക്കും. 12-ന് വടകര പയ്യോളി തിരുവള്ളൂർ സോൺ സമാഗമം രാവിലെ 9:30-നും കൊയിലാണ്ടി കുന്നമംഗലം കോഴിക്കോട് നോർത്ത് സമാഗമം 3-നും കോഴിക്കോട് സൌത്ത് ഫാറൂഖ് സോൺ സമാഗമം രാത്രി 7 മണിക്കും നടക്കും. കൊളത്തൂർ മർക്കസ് തസ്കിയത്തിൽ ഇർഷാദിയ 20ാം വാർഷിക മഹാസമ്മേളനത്തിന് ഇർഷാദിയ നഗറിൽ തുടക്കമായി. കഴിഞ്ഞ ഡിസംബർ 28-ന് പ്രഖ്യാപിച്ച സമ്മേളനം വൈവിധ്യമാർന്ന പരിപാടികൾ പൂർത്തിയാക്കിയാണ് 3 നാൾ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിനൊരുങ്ങുന്നത്. പന്തൽ, പ്രധാനവേദി, വിപുലമായ ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ, മെഡിക്കൽ പോയിന്റ്, വിപുലമായ കമാനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര കൊളത്തൂർ അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച് സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് 5:15 AC ഇബ്രാഹിം മുസ്ലിയാർ പതാക ഉയർത്തി. 5:30-ന് നടന്ന ഉദ്ഘാടന സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഉണ്ണിക്കോയത്തങ്ങൾ കരുവമ്പലത്തിന്റെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.
കിഡ്സ് ഗാലറി ശിലാസ്ഥാപനം മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിക്കും. 8:30 സീനിയർ സെക്കൻഡറി ബ്ലോക്ക് കെട്ടിടോദ്ഘാടനവും ഇശൽ സമ്മേളനവും നടക്കും. സയ്യിദ് ഹൈദറുസ് കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിക്ക് ഹാഫിൾ സ്വാദിഖ് അലി ഫാദിലി ഗൂഡല്ലൂർ, ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക, അഹമ്മദ് നബീൽ ബാംഗ്ലൂർ നേതൃത്വം നൽകും. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ സമാപന പ്രാർത്ഥന നടത്തും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഹിബത്തുള്ള തങ്ങൾ കരുവമ്പലം, AC ഇബ്രാഹിം മുസ്ലിയാർ, PSK ദാരിമി, MT ഹംസ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 20-21 തീയതികളിൽ മുഹിമാത്തിൽ സംഘടിപ്പിക്കുന്ന സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ 7ാമത് ഉറൂസ് മുബാറക് വിജയത്തിന് 313 അംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി. രക്ഷാധികാരികളായി കുമ്പോൾ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ, നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പോസോട്ട്, അഹ്സനുൽ അഹ്ദൽ തങ്ങൾ, വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, BS അബ്ദുൽ കുഞ്ഞി ഫൈസി തുടങ്ങി പ്രമുഖരെ തിരഞ്ഞെടുത്തു. സ്വാഗത സംഘം ഭാരവാഹികളായി സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം അൽ ഹാദി, സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദ്രൂസി, സയ്യിദ് ഇസ്മായിൽ ബാഫഖി തുടങ്ങി പ്രമുഖരെയും തിരഞ്ഞെടുത്തു. കളത്തൂർ മദീന മഖ്തൂം മസ്ജിദ് ഈദ് അൽ ഖുവൈസിൽ നടക്കുന്ന മഹല്ല് ദഅവ കോളേജ് ദർസ് 5ാം വാർഷിക സംഗമം നാളെയും മറ്റന്നാളുമായി നടക്കും. നാളെ ഉച്ചയ്ക്ക് സ്വാഗത സംഘം ചെയർമാൻ PV മുഹമ്മദ് പതാക ഉയർത്തും. തുടർന്ന് മുഹിമാത്ത് കളത്തൂർ ജാറം സിയാറത്ത് നടക്കും. 4:30 ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് CK ഉമർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. റസാഖ് സഖാഫി കോട്ടക്കുന്ന് നേതൃത്വം നൽകും. രാത്രി ദർസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബുർദ ആലാപനവും നടക്കും. 11 ശനിയാഴ്ച രാവിലെ വിദ്യാർത്ഥി ഫെസ്റ്റ്, ഹജ്ജ് ഹെൽപ്പ്, വൈകിട്ട് മെരിറ്റ് ഈവനിംഗ് മൂസ സഖാഫി കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ശുദ്ധജലം ജനത്തിന് എത്തിച്ചു കൊടുക്കുക എന്നത് ഭരണാധികാരികളുടെ കടമയാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ലക്ഷങ്ങൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഈ മാസം 13 കോഴിക്കോട്. കൊളത്തൂർ മർക്കസു തസ്കിയത്തുൽ ഇർഷാദിയ 20ാം വാർഷിക മഹാസമ്മേളനത്തിന് വർണ്ണാഭമായ തുടക്കം. കർണാടകയിലെ ഭരണമാറ്റം പ്രതീക്ഷയോടെ അബ്ദുൽ നാസർ മഅദനിയുടെ കുടുംബം. ജമ്മു ജയിലിൽ തടവുകാരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പാക് പൗരൻ സനാഉൽ ഹക്ക് അന്തരിച്ചു. 120 MLA-മാരുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് S. സിദ്ധാരാമയ്യ. കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.